ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ 2 സബ്വൂഫർ ബോക്സിൻ്റെ വർക്കിലാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 8 ഇഞ്ച് ഉണ്ടാക്കിയ പോലെ തന്നെ 10 ഇഞ്ചിൻ്റെ ടിൻ എയറോപോർട്ട് സബ്വൂഫർ എൻക്ലോസറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെക്കാൻ പോകുന്നത് ഡോഗി സൗണ്ടിൻ്റെ സബ്വൂഫറാണ്. 10 ഇഞ്ച് 200 വാട്ട് ഡോഗി സൗണ്ടിൻ്റെ കവളർ കോൺ. വലിയ മാഗ്നറ്റാണ് കേട്ടോ, ഭയങ്കര സൈസുള്ള മാഗ്നറ്റാണ്. ഇത് നല്ല ടെമ്പറാണ് കേട്ടോ, മറ്റുള്ളത് പോലെയല്ല, നല്ല ടെമ്പറാണ് കോൺ വരുന്നത്. സറൗണ്ട് സൈഡ് ഫോമൊക്കെ റബ്ബർ ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് 2.5 ഇഞ്ചിൻ്റെ ടിൻ എയറോപോർട്ടാണ് വരുന്നത്. ബോക്സിൻ്റെ സൈസ് 16 ഇഞ്ച് ഹൈറ്റ്, 17 ഇഞ്ച് ബാക്ക്, വീതി 13.5 ഇഞ്ച്. ഉള്ളിൽ നമ്മൾ പോളിഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എയറോ പൈപ്പ് വരുന്നത് 2.5 ഇഞ്ച്, അതുപോലെ ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. നമ്മൾ 2 ഇഞ്ചിൻ്റെ ആയിരുന്നു നമ്മുടെ 8 ഇഞ്ചിനകത്ത് ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വൂഫറൊക്കെ കയറ്റി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ ഒരു ഗ്രില്ലൂടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് TDA 7292 നമ്മുടെ ടെസ്റ്റിംഗ് ആംപ്ലിഫയർ, വേറെ ക്ലാസ് ഡി ആംപ്ലിഫയർ ഉണ്ടായിട്ട് അത് കംപ്ലൈൻ്റ് ആയി. കുറേ നാൾ മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പ് ചെയ്ത് പോയത്. അപ്പോൾ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ യൂട്യൂബിൽ ഫോണിൽ പ്ലേ ചെയ്തിട്ട് നമ്മുടെ DJ ആക്ഷൻ ക്യാമറ ഇതിനകത്താണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ബാസ് കിട്ടും ഈ ആക്ഷൻ ക്യാമറയുടെ മൈക്കിൽ. ഇത് നമ്മളൊരു ഫസ്റ്റ് മോഡലാണ്, ആക്ഷൻ ഫസ്റ്റാണ്. ഇതൊരു 2021 ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചോ കേട്ടോ. ഇതിപ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ബട്ടണൊക്കെ പോയി. നമ്മൾ ചെറിയ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നത് ബൈക്കിൽ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഗോപ്രോനേക്കാളും എനിക്ക് കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റി തോന്നിയതാണ്. ഇത്ര നാളായിട്ടും കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. You ain't going nowhere like a bad man. Ass so big, I told her look back at it, look back at it, look back at it. Then I